നമുക്ക് സൗദിയിലേക്കാണ് പോകേണ്ടത്. അവിടെ ഉംറ തീർത്ഥാടനത്തിനായി എത്തിയവരെ വട്ടം ചുറ്റിച്ച് സർവീസ് ഏജന്റ് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ തീർത്ഥാടകരെ സൗദിയിൽ ഉപേക്ഷിച്ച ഏജന്റ് നാട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് ഇവരുടെ പരാതി. ദീനയിൽ നിന്ന് 15 മണിക്കൂർ റോഡ് മാർഗം സഞ്ചരിച്ച് ദമാമിലെത്തിയ തീർത്ഥാടകർ 24 മണിക്കൂറിലധികമാണ് ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയത്. മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് ഏജൻസി വഴിയാണ് തീർത്ഥാടകർ സൗദിയിൽ എത്തിയത്. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ഉംറയ്ക്കെത്തിയ 160ഓളം പേരടങ്ങുന്ന തീർത്ഥാടക സംഘമാണ് സൗദിയിൽ കുടുങ്ങിയത്. കർണാടകയിലെ പുത്തൂർ കബക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് എന്ന ഏജൻസിക്കെതിരെയാണ് തീർത്ഥാടകരുടെ പരാതി. 65,000-ഓളം രൂപ കൊടുത്ത് 15 ദിവസത്തെ പാക്കേജിലാണ് ഇവർ സൗദിയിലെത്തിയത്. മദീനയിലെ താമസം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ സമയത്താണ് മടക്കയാത്ര ടിക്കറ്റില്ലെന്ന് ഏജന്റ് പറയുന്നത്. ടിക്കറ്റ് ശരിയാക്കാനെന്നും പറഞ്ഞ് മദീനയിൽ നിന്ന് പോയ അഷ്റഫ് സഖാഫി എന്ന മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് ഉടമ നേരെ നാട്ടിലേക്ക് രക്ഷപ്പെട്ടതായി തീർത്ഥാടകർ പറഞ്ഞു. ഹജ്ജ് ഉംറ മന്ത്രാലയവും ഇന്ത്യൻ കോൺസുലേറ്റും ഇടപെട്ട് ഇവർക്ക് മദീനയിൽ താമസ സൗകര്യവും KCF, KMCC, റയാൻ കാറ്ററിംഗ് തുടങ്ങിയവയുടെ സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണവും മരുന്നും ഒരുക്കി. എന്നിട്ട് മൂപ്പർ അഷ്റഫ് സഖാഫി എന്ന് പറയുന്ന ആളാണ് ഈ നമ്മുടെ മുഹമ്മദിയ ഗ്രൂപ്പിന്റെ ലീഡർ. അയാൾ ഞാൻ മക്കത്തേക്ക് പോയി വരാന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അങ്ങനെ പോയ ആള് പിന്നെ പറയുന്നത് ഞാൻ കാലിക്കറ്റിലാണെന്ന് പറഞ്ഞ ആള് പിന്നെ ഒരു വിവരവുമില്ല. കോൾ എടുത്ത ആള് സംസാരിക്കുന്നില്ല, വേണ്ടതുപോലെ ഇല്ല. ഇവിടേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അതൊന്നും വേണ്ടതുപോലെ ചെയ്യുന്നുമില്ല. അങ്ങനെ എല്ലാം ചെയ്ത് അങ്ങനെ കുടുങ്ങിയാണ്. റിട്ടേൺ ടിക്കറ്റ് ഉണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഓൾറെഡി ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. മദീനയിൽ നിന്നും 1200-ലധികം കിലോമീറ്റർ ദൂരമുള്ള ദമാമിൽ നിന്നാണ് പിന്നീട് സർവീസ് ഏജൻസി മടക്കയാത്ര ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 4 വിമാനങ്ങളിലായി കോഴിക്കോട്, കണ്ണൂർ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക്. എന്നാൽ കൃത്യസമയത്ത് എയർപോർട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കാത്തതിനാൽ 80ഓളം തീർത്ഥാടകരുടെ വിമാനയാത്ര മുടങ്ങി. ഇന്നലെ പുലർച്ചെ 5:30-നുള്ള ഇൻഡിഗോ വിമാനത്തിൽ മടങ്ങേണ്ട 33 പേരടങ്ങുന്ന സംഘം ഏജൻസി ഒരുക്കിയ ബസ്സിൽ 15 മണിക്കൂറോളം റോഡ് മാർഗം യാത്ര ചെയ്ത് ദമാമിലെത്തിയപ്പോൾ സമയം 7 മണി. ഉച്ചയ്ക്ക് 1:30-ക്ക് പുറപ്പെടേണ്ട 50-അംഗ സംഘത്തിനും സമയത്തിന് എയർപോർട്ടിൽ എത്താത്തതിനാൽ മടങ്ങാനായില്ല. ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് KCF-ന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം എത്തിച്ചു നൽകിയത്. ദമാമിലെ സുമനസുകളുടെ ശ്രമഫലമായി ഇത്രയും തീർത്ഥാടകർക്ക് പുതിയ ടിക്കറ്റ് എടുത്തു. ഇന്ന് ഉച്ചയോടെ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ മൊത്തത്തിലുള്ള വന്ന ആളുകളെല്ലാം ഇവിടെ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രാവിലെ മുതൽ ഞാൻ ഏകദേശം 5:30-6 മണി സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സമയം മുതൽ ഇതുവരെ ഒരുപാട് പ്രവർത്തകന്മാരും കൂട്ടുകാരും സഹപാഠികളൊക്കെ ഈ വിഷയങ്ങൾ അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കുള്ള ഫുഡുകളും മറ്റ് ഭക്ഷണത്തിന്റെ കാര്യത്തിലെല്ലാം ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഉച്ചവരെ ഇതിന്റെ ഏജൻസികൾ 1-2 ആളുകൾ നമ്മൾ സഹകരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉച്ചശേഷമായതോടെ ഏജൻസിമാരും നമ്മളെ കൈവഴിഞ്ഞു. അതോടുകൂടെ എല്ലാവരും നിരാശരായി. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജുബൈലിലെയും ദമാമിലെയും കോബാറിലെയും ഒരുപാട് പ്രവർത്തകന്മാർ, സ്നേഹിതന്മാർ എല്ലാവരും ഇവിടെ വന്ന ആളുകൾക്കുള്ള വിഷമൊക്കെ കണ്ട് അവർക്ക് നാട്ടിലേക്ക് എത്താനുള്ള എന്തായാലും എത്ര പ്രശ്നമല്ല. മടക്കയാത്ര ടിക്കറ്റ് ലഭിക്കാത്ത 4 പേർ ഇപ്പോഴും മദീനയിലുണ്ട്. മദീനയിലെ പ്രധാനപ്പെട്ട കർമ്മമായ റൗള സന്ദർശനത്തിന് പല തീർത്ഥാടകർക്കും അവസരം ലഭിച്ചില്ല എന്ന പരാതിയുമുണ്ട്. കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നുള്ളവരാണ് വഞ്ചിക്കപ്പെട്ട തീർത്ഥാടകരിൽ കൂടുതലും. കൃത്യമായ പ്ലാനില്ലാതെ ഉംറ യാത്ര സംഘടിപ്പിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുങ്ങുകയും ചെയ്യുന്ന ഇത്തരം ഏജൻസികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് സാമൂഹിക പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.